back to Goodwill Pachakam. This is Shibu and I am Durga Nataraj. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷ് എന്ന് പറയുന്നത് ആക്ച്വലി വീട്ടമ്മമാർക്കൊക്കെ പൊതുവേ നല്ല പരിചയമുള്ള ഒരു ഡിഷ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ പുറത്തൊക്കെ പഠിക്കാൻ പോകുമ്പോൾ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി വീടിന്റെ ഓർമ്മ വരുമ്പോൾ അടുത്തൊരു ചായക്കടയോ തട്ടുകടയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിൽ ആലോചിക്കുന്ന ഒരു ഡിഷാണിത്. ഒരു നല്ല മഴ വരുമ്പോൾ അല്ലേ, ഈ ഡിഷില്ലാതെ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആവുന്നത്? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞു പരിപ്പുവട. അപ്പോൾ നമ്മൾ പരിപ്പുവട എന്ന് പറയുന്നത് നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം അല്ലേ? പരിപ്പ്, കുതിർത്തിയ പരിപ്പ്, ഓക്കെ, കരിവേപ്പില, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അല്ലേ, ഓക്കെ, വെളുത്തുള്ളി, ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് അല്ലേ, പച്ചമുളക് ചതച്ചത്, ഓക്കെ, പച്ചമുളക്, പെരിഞ്ജീരകം, കായം, ഉപ്പ്, ഓക്കെ. വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കെന്നാ പ്രോസസ്സിലോട്ട് കിടക്കാം. ഇത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ പരിപ്പാണ് നമ്മൾ ഈ ഫോമിലോട്ട് മാറ്റിയത്. ബോയിൽ ചെയ്തിട്ടാണോ? അല്ലല്ല, ജസ്റ്റ് കുതിർത്തിട്ട് ഒരു 2 hour കുതിർത്തിട്ട് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഇഞ്ചി ഇപ്പൊ നമ്മൾ കുതിർത്ത് വെച്ച ചതച്ച പരിപ്പിലോട്ട് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി, ഓക്കെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ പറയാ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കടി എന്ന് പറയുന്നത് ഇതല്ലേ? പരിപ്പുവടയും കട്ടൻ കാപ്പിയും കട്ടൻ ചായയും. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു പഴവും. പരിപ്പുവടയും പഴവും എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മയുടെ ഫേവറേറ്റ് കോമ്പിനേഷൻ ആണ്. കറിവേപ്പില, ചില്ലി ക്രഷ് ചെയ്ത്, ചില്ലി, റെഡ് ചില്ലി അല്ലേ? ഓക്കെ, ചില്ലി ഫ്ലേക്സ് ആയിട്ട് എടുത്താൽ പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചില്ലി അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് മേടിച്ചിട്ട് അത് യൂസ് ചെയ്താലും മതി. പച്ചമുളക്, പെരിഞ്ജീരകം എന്ന് പറയുന്നത് ഫെനൽ അല്ലേ? ഫെനൽ സീഡ്സ്, ക്യൂമിൻ അല്ല, ഫെനൽ സീഡ്സ്. കായത്തിന് ഇംഗ്ലീഷ് പറയുന്നത് എന്തായിരുന്നു? അത് പ്രൊണൗൺസ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഫൈനലി സോൾട്ട് ആണ് നമ്മുടെ ടേസ്റ്റ് ഗിവർ. കൂടുതലായാലും കുഴപ്പം, അതെ, കുറവായാലും കുഴപ്പം. ഈ മിക്സിങ് മാത്രമായല്ലേ ഇതിനകത്തൊരു പ്രോസസ് എന്ന് പറയാൻ. ഏറ്റവും എളുപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു തരത്തിലും കഷ്ടപ്പെടണ്ട. ഈ അവല് നനയ്ക്കുന്നതിൻ്റെ അത്രയും തന്നെ എളുപ്പമാണ് പരിപ്പുവട ഉണ്ടാക്കാന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് സാധനങ്ങൾ ഉണ്ടാവണം. നമ്മൾ മിക്സിയിലിട്ടാണോ അരച്ചത്? മിക്സിയിലിട്ട് നമ്മളിതിൻ്റെ പരിപ്പുവടയുടെ ഷേപ്പിലാക്കാൻ പോവാണ് നമ്മൾ ഈ മിക്സിനെ. അതിന് നമുക്ക് വെള്ളം ആവശ്യമാണ്. കൈ ആദ്യം വെള്ളത്തിൽ പതുക്കെ നനയ്ക്കുക. ഹൈജീൻ ടിപ്സ് ആണ് കേട്ടോ. ബോളല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനൊരു നാക്ക് വേണം കേട്ടോ, കാരണം ഞാൻ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നടുക്ക് രണ്ടും കൂടെ മുറിഞ്ഞു പോയി. ചൂട് എണ്ണയാണല്ലേ? നമ്മൾ ഏത് ഓയിൽ യൂസ് ചെയ്തേക്കുന്നത്? സൺഫ്ലവർ ഓയിൽ. ഈ ഇപ്പോഴും നാട്ടുമ്പുറം സ്ഥലത്തൊക്കെ കുറച്ച് ബാക്കിയുള്ളതെന്ന് പറയുന്നത് തട്ടുകട ചായക്കട പോലത്തെ പരിപാടിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അവർ ഗ്ലാസ് വെച്ച് കവർ ചെയ്യുന്ന സ്ഥലത്ത് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ പരിപ്പോടൊക്കെ എടുത്തു വെക്കും. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നല്ല വിശപ്പുള്ളൂ. അപ്പോൾ അവിടെ പോയി രണ്ടെണ്ണം മേടിച്ച് കഴിക്കുന്ന സുഖം വേറെ ഒന്നിനും കിട്ടില്ല. നമ്മൾ എത്ര പരിപ്പായിരിക്കും എടുത്തിട്ടുണ്ടാവുക? 250 ഗ്രാം അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടാക്കാം അല്ലേ? ഒരു 10-15 എണ്ണം. 15 25 എണ്ണം ഉണ്ടോ? ഓ, പിന്നെ ബേസിക് ഇൻഗ്രീഡിയൻസ് ആണ് മുളക്, കരിവേപ്പില, സവോള, ഗാർലിക്. ഇതൊക്കെ തന്നെയാണ് എല്ലാ വീട്ടിലും ഉള്ള സാധനങ്ങളാണ്. ഇത് ഫ്രൈ ആകുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ അല്ലേ? പിന്നെ നമ്മൾ നല്ല ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ മറിച്ചിടൊന്നും വേണ്ടായിരിക്കുമല്ലോ? മറിച്ചിടണോ? ഓക്കെ.
ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ബ്രൗൺ ആയിട്ടില്ല, ഗോൾഡൻ. പരിപ്പോടെ മണം കിട്ടി തുടങ്ങുന്നു. എത്ര തലമുറ മാറിയാലും നമ്മുടെയൊക്കെ അമ്മൂമ്മമാരുടെ കാലം തൊട്ട് ഇതേ ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും പരിപ്പുവട എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ പ്ലേസ് ഉണ്ട് മനസ്സിൽ. ഓവർ ചൂടിൽ ഫ്രൈ ചെയ്യാൻ പറ്റില്ല. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അകം വേവില്ല, പുറം മാത്രം കരിഞ്ഞു പോകും. നമ്മൾ ഗ്യാസ് കുറച്ചിട്ടിരിക്കുവാണോ? അല്ല, മീഡിയം. 12 മിനിറ്റ് ആണ്. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുകയാണ്, നിങ്ങൾക്ക് പരിപ്പോടെ തന്നെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ 12 മിനിറ്റ് ഓർത്ത് വയ്ക്കുക. ഫ്രൈ ചെയ്യാൻ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ ഏകദേശം ഒന്ന് കുക്കായി വരും, ഒരു മീഡിയം ഫ്ലെയിമിൽ. ചിലതൊക്കെ ആയി അല്ലേ? ആയി വരുന്നു, പുറമേ ആയി വരുന്നു അല്ലേ? ഓ, നല്ല ക്രിസ്പ് ആയിട്ടുണ്ടല്ലേ? ഓക്കെ. പരിപ്പോടെ റെഡി ആയി അല്ലേ? നമുക്ക് എണ്ണ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെയിനറിലോട്ടാണ് നമ്മൾ കോരിയിടാൻ പോകുന്നത്. പിന്നെ ചിലർ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യും, പക്ഷേ ന്യൂസ് പേപ്പർ വളരെ വിഷമാണ്. ഒട്ടും ഹൈജീനിക് അല്ല. ന്യൂസ് പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് മാക്സിമം നമ്മൾ റിഫ്രെയിൻ ചെയ്യണം. കാരണം അത് എന്താ പറയുക, ഇങ്കൊക്കെ അല്ലേ, പിന്നെ റീസൈക്കിൾ പേപ്പറുമാണ് മോസ്റ്റ്ലി. ഇനി നമുക്ക് ചെറിയൊരു ഗാർണിഷ്. ഓക്കെ, നമ്മൾ ഫ്രൈ ചെയ്ത കറി ലീവ്സ് അല്ലേ? പരിപ്പുവട തയ്യാറ്. ഓക്കെ, നമ്മുടെ സാക്ഷാൽ ദുൽഖർ സൽമാൻ പറയുന്ന പോലെ ചായ പരിപ്പുവട മഴ അന്തസ് എന്തല്ലേ. അപ്പോൾ നമ്മുടെ ഒരു മലയാളികളുടെ ഡെലിക്കസിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധനം ഭയങ്കര സിമ്പിളാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒന്നും ഇല്ല, നമ്മൾ പരിപ്പൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു ചൂട് കട്ടൻ കാപ്പിയുടെ കൂടെ നമ്മളിതങ്ങ് കഴിക്കുമ്പോഴത്തേക്കും സ്വർഗം. അപ്പോൾ താങ്ക് യു ഷെഫ്. നമ്മൾ ഇതുപോലെ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഡിഷസുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരുന്നതായിരിക്കും. Until then, this is Shibu and I am Durga Nataraj and we are signing off.